എന്ത് ബാഗ് തട്ടിക്കൊടയാണ് പോകാൻ പോണാ? എന്തടേ എനിക്ക് ബാഗ് എടുത്ത് നോക്കിക്കൂടെ? എന്നെ പറഞ്ഞുകൂടാ ഞാൻ കൊപ്രാളായടാ. രാത്രിത്തെ പട്ടിക്ക് ഞാൻ പോയിക്കോളാടേ. ഓ കളവാ കൂടുതൽ ഷോ കാണിച്ചാണ്ടല്ല. ഇവിടെ ഞാൻ കുഴി കൊത്തി ഞാൻ കുഴിച്ചു കൊടുക്കട്ടെ. കുറെ നേരമായിട്ട് സഹിക്കണം. നമ്മൾ കയറി കയറി പോകല്ലേ. എന്ത് ബന്ധുക്കൾ ആരെങ്കിലും എന്നെ പറ്റി നുണ പറഞ്ഞെന്നാ? നിങ്ങൾ പണ്ട് നുണയൊക്കെ എടുക്കലാണല്ലേ. നിന്നെ പറ്റി ഒരു ബന്ധുക്കളും കുറ്റം പറയില്ല. ബന്ധുക്കളുടെ ഇടയിൽ നിനക്ക് കുടിച്ചർത്തിക്കിട്ടാണല്ല. നിന്നെ പറ്റി യഥാർത്ഥ സ്വഭാവം എനിക്കല്ലേ അറിയാവൂ. അണ്ണാ ഇനി എനിക്ക് ദേഷ്യം വരും കേട്ടോ. ഈ മനസ്സിൽ ഓരോന്ന് വെച്ചിട്ട് ഇങ്ങനെ പെരുമാറണം എന്തിനാ? ഉള്ള സത്യം തുറന്നു പറയാം. എന്താ കാര്യം? ഒന്നുമില്ല മക്കളെ. ഒന്നുമില്ല, അതൊന്നും പറയണ്ട. അപ്പൂപ്പൻ ഇവിടെ വന്നത് വഴക്കുണ്ടാക്കാനാണ് അതോ സന്തോഷത്തോടെ നിൽക്കാനാണ്? നീ മിണ്ടാരി. എല്ലാവർക്കും ബാലുവിന് എന്തെങ്കിലുമൊക്കെ പറയണം. ഞാനാണെങ്കിലും ഒരു മണ്ടായി. ഏത് ബന്ധുക്കളെ വന്നാലും ഒലിപ്പിച്ചോണ്ട് പോകും. ഒന്നും മിണ്ടാതിരുപാട്. എനിക്കത് വേണമെന്നേ. അണ്ണാ ഒന്ന് പറയണ എന്താ കാര്യം എന്ന് വെച്ചാ? മക്കളെ നിങ്ങൾ രണ്ടും കൂടെ നേരിങ്ങനെ വന്നിരുന്ന ഓ ഈ കുറച്ച് ദിവസം മുമ്പ്. ഓ വന്നിരുന്നു. അപ്പം അവിടെ വന്നിട്ട് നീ പുറത്തുങ്ങൾക്ക് വരാൻ പറ്റില്ലെങ്കിൽ ജീവൻ അവിടെ വന്നൂടെ? ആര് നാട്? ഓ അതാണല്ലേ അപ്പൂപ്പൻ്റെ മനസ്സിൽ കിടക്കണത്. നിങ്ങളവിടെ വന്നെന്ന് വേറൊരു പാർട്ടി പറഞ്ഞാണ് ഞാൻ അറിയുന്നത്. അത് നേരത്തെ ആയിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കാണാൻ അവിടെ വരില്ലായിരുന്ന. അണ്ണാ അതൊരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് നെയ്യാറ്റിങ്ങനെ പോകേണ്ടി വന്നു. അവിടെ അച്ഛനും ചെറുതായിട്ടൊന്നും വയ്യാണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ പോയി. അണ്ണന് ഇവിടുത്തെ കാര്യം അറിയാമല്ലോ. പോയാൽ പെട്ടെന്ന് പോകാൻ. ഇവിടെ പിള്ളേരും ഉണ്ട്, ജോലിക്കും പോകണം. അപ്പം അതുകൊണ്ട് ഞങ്ങൾ നിന്നില്ല, പെട്ടെന്ന് പോരുകയും ചെയ്തു. എവിടെയും പോകാനുള്ള സമയമൊന്നും കിട്ടിയില്ല. ആര് പറഞ്ഞു പോയില്ല? പോയില്ല. പോയില്ലേ? ഇടീ ഇവ അമരവട കുഞ്ഞമ്മരവട പോയില്ലേ? ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചാടാ. അത് ഞാൻ അറിഞ്ഞില്ല. അത് പോയി അതിൻ്റെ അടുത്ത്. അപ്പൊ എല്ലാം അറിഞ്ഞോണ്ടുള്ള വരവാണല്ലേ എന്നെ നെഞ്ചി കയറാൻ വേണ്ടി. കൊള്ളാം കൊള്ളാം. ജടാ ആര് നാട്ടിലുള്ള ആരെങ്കിലും വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കാണാൻ അവിടെ വരുമായിരുന്നു. അറിയാ അപ്പൂപ്പ ഇപ്പൊ പോട്ടെ. ഇപ്പൊ എന്തായാലും സംഭവിച്ചെല്ലാം സംഭവിച്ചു പോയി. ഇനിയിപ്പോ എന്തായാലും അപ്പൂപ്പ ഇന്ന് വന്നതല്ലേ, നമുക്ക് സ്പെഷ്യലായിട്ട് തലക്കറി വെച്ചാലേ. അച്ഛാ മാർക്കറ്റിൽ ഇപ്പൊ തല മേടിച്ചോണ്ടിരാ മീൻ്റെ. എനിക്ക് തലക്കറിയും കുടലക്കറിയും എനിക്ക് വേണ്ട. അല്ല അങ്ങനെ പറഞ്ഞെങ്കിലേ എനിക്ക് ഒരുപാടൊക്കെ പറയാനുണ്ട്. എനിക്ക് ഒരുപാട് പറയാനുണ്ട്. അല്ല നമ്മൾ ഒരുപാട് ബന്ധുക്കളുണ്ടല്ലേ. കുറെ നാൾ നല്ല ബന്ധങ്ങളായിരുന്നു. കുറച്ച് നാളുകൊണ്ട് ആരും ഇങ്ങോട്ട് കണക്കും ഇല്ല, വിളിയില്ല, ഒന്നുമില്ല. പിന്നെ ഞാനാണ് എല്ലാ ബന്ധുക്കളെ കൂട്ടി അടുപ്പിച്ചത്. കളവാ അടുപ്പിച്ചതല്ല, അടുപ്പിച്ച് ചേർത്ത് നിർത്തിയത്. എന്ത് പറഞ്ഞാലും എല്ലാം ചെയ്തത് അവൻ. അവനാണ് ലോകത്തിൽ ഏറ്റവും മറ്റവൻ. ഇവിടെ ശരിയാവൂല കേട്ടാ. ഞാൻ അണ്ണനൊന്നും ഞാൻ നോക്കൂല കേട്ടാ. ഞാൻ എൻ്റെ സ്വഭാവം അറിയാ. അണ്ണാ വെറുതെ എന്തിനാണ് വിഷമിച്ചാ പോയേക്കണേ? അണ്ണാ അണ്ണൻ്റെ കാര്യം എപ്പോഴും ഇവിടെ പറയും. പറയാത്ത ദിവസങ്ങൾ കുറവാ ബാലു. അത് തന്നെ അപ്പൂപ്പൻ നൈസായിട്ട് അച്ഛൻ്റെ അടുത്ത് പോയിട്ടേ ചിരിച്ച് സംസാരിച്ചാൽ മതി, എല്ലാം ഓക്കെ ആവും. ഞാൻ അവന്റെ അണ്ണനാണ്, അനിയനല്ല കേട്ടാ. ഞാനും വിളിയിട്ട് പോട്ട് ഇരുന്നാൽ ശരിയാവൂല.